ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് എൻ്റെ മോൻ്റെ ബർത്ത്ഡേ ആണ്. മോന് 10 വയസ്സ് തികഞ്ഞിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ 10ാമത്തെ ബർത്ത്ഡേ ആണ് ആഘോഷിക്കുന്നത്. കഴിഞ്ഞ വർഷം മോൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല കേട്ടോ. മോൻ്റെ അച്ചച്ചൻ മരിച്ചു പോയിട്ട് ഒരാണ്ട് തികഞ്ഞില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കഴിഞ്ഞ വർഷം ബർത്ത്ഡേ ആഘോഷിച്ചില്ല. അപ്പോൾ ഈ പ്രാവശ്യം ഞങ്ങളുടെ കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ച് ചെറിയ രീതിയിൽ മോൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചു. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കേക്കൊക്കെ കൊടുത്ത് സന്തോഷത്തോടെ എല്ലാവരും കേക്കൊക്കെ കഴിക്കുകയാണ് കേട്ടോ. മോൻ്റെ ബർത്ത്ഡേ ആണെങ്കിൽ ഞങ്ങളൊരു സൺഡേ ഉച്ചയ്ക്കാണ് ആഘോഷിച്ചത്. കാരണം നൈറ്റ് ആഘോഷിക്കുന്നത് പിറ്റേ ദിവസം കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, എല്ലാവർക്കും ജോലിക്കൊക്കെ പോകേണ്ടതുകൊണ്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് തന്നെ ആഘോഷിച്ചു. മോൻ ജനിച്ചതും ഒരു ഉച്ച സമയത്തായിരുന്നു. 12:58 അവൻ ജനിക്കുന്നത്. അപ്പോൾ അവൻ്റെ ആദ്യമായിട്ടാണ്, എന്നും അവൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത് നൈറ്റായിരുന്നു. ആദ്യമായിട്ടാണ് ഞങ്ങളൊരു ഉച്ച സമയത്ത് അവൻ്റെ കറക്റ്റ് ജന്മസമയത്ത് തന്നെ ബർത്ത്ഡേ ആഘോഷിക്കുന്നത്. അപ്പോൾ കേക്കൊക്കെ കഴിച്ച് എല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ് ഇരുന്നതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പോവുകയാണ്. ഉച്ച സമയത്തായതുകൊണ്ട് ഞങ്ങൾ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിരുന്നത്. നമ്മുടെ അവിടെ അടുത്തുള്ളൊരു റെസ്റ്റോറൻറ്റിൽ നിന്ന് നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ റൈസ് വേറെയും കറി വേറെ ആയിട്ടാണ് കേട്ടോ തന്നത്. ചിക്കനൊക്കെ വറുത്ത് കറി വെച്ചിട്ടുള്ളൊരു നല്ലൊരു ചിക്കൻ കറിയായിരുന്നു. നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. ബിരിയാണി ആണെങ്കിലും അതെ, അതുപോലെ തന്നെ ചിക്കൻ കറിയും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഞങ്ങൾ നേരത്തെ ഇത് വാങ്ങി കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കറിയാം നല്ല ബിരിയാണിയാണ്. അങ്ങനെയായിരുന്നു ഇത് തന്നെ ഓർഡർ ചെയ്തത്. അപ്പോൾ എല്ലാവരും ബിരിയാണിയൊക്കെ കഴിക്കുകയാണ്. നമ്മുടെ ഒരു ഫ്രണ്ടും ഫാമിലി വരാൻ അല്പം വൈകി കേട്ടോ. പിന്നെ അവർക്കും കേക്കൊക്കെ കൊടുത്തതിന് ശേഷം അവരും ഫുഡൊക്കെ കഴിച്ച് എല്ലാവരും കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാമെന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ കുറേ നേരം പുറത്തൊക്കെ ഇറങ്ങി കളിച്ച് അവരൊക്കെ കളിച്ചിരുന്ന സമയത്ത് മുതിർന്നവരെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞ്, നമ്മൾ സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ഫ്രീ ഒക്കെ ആയതുകൊണ്ടും ഇങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ വരുമ്പോഴാണ് എല്ലാവർക്കും ഒത്തുകൂടാനൊക്കെ പറ്റുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടെ ഇരുന്ന്, ഞങ്ങളിവിടെ നെയ്ബേഴ്സൊക്കെ തന്നെയാണ് കേട്ടോ എല്ലാവരും. അപ്പോൾ എല്ലാവരും കൂടെ കൂടി വർത്തമാനമൊക്കെ പറഞ്ഞ് കുറേ നേരമൊക്കെ ഇരുന്നു. അങ്ങനെ കളിയും ചിരിയൊക്കെ ആയിട്ട് വർത്തമാനമൊക്കെ പറഞ്ഞിരുന്ന് എല്ലാവരും കുറേ നേരമൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും ഓരോരുത്തരായിട്ട് യാത്ര പറഞ്ഞ് പിരിഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് പിരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും മോനും അവൻ്റെ അടുത്തുള്ള കുട്ടികളാണ് കേട്ടോ. അവർക്ക് എല്ലാവർക്കും കൂടെ ഗിഫ്റ്റൊക്കെ എന്താണ് കിട്ടിയെന്നൊക്കെ നോക്കാനായിട്ട് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് ആണല്ലോ. അപ്പോൾ അതാണ് അവർക്ക് മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയും നേരം ഒന്ന് സഹിച്ച് നിൽക്കുകയായിരുന്നു. അപ്പോൾ എല്ലാവരും പോയതിന് ശേഷം അവരതൊക്കെ എന്തൊക്കെയാണെന്നൊക്കെ ഒന്ന് എടുത്ത് നോക്കുകയാണ്. അപ്പോൾ ഇവനെ അറിയാവുന്ന ആൾക്കാരൊക്കെ ആയതുകൊണ്ടും ഇവർക്ക് ഇഷ്ടമുള്ള സാധനം എന്താണെന്നൊക്കെയുള്ളത് ആൺകുട്ടികൾക്ക് പ്രത്യേകിച്ച് ബോള്, അതുപോലെ തന്നെ വണ്ടി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ആണല്ലോ. മോന് അങ്ങനെയുള്ള സാധനങ്ങളും കിട്ടി, ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം എടുത്ത് ഫ്രണ്ട്സിനെയൊക്കെ കാണിക്കുകയാണ്. ഭയങ്കര ഹാപ്പിയാണ് അവർ. അതെന്താണെന്ന് അറിയാനായിട്ടൊക്കെയുള്ളൊരു ക്യൂരിയോസിറ്റിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊക്കെ കാണിച്ചൊക്കെ കൊടുക്കുകയാണ്. പിന്നെ കുറേ ഡ്രസ്സൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു, എല്ലാവരും എടുത്ത് നോക്കുകയാണ്. അങ്ങനെ ഗിഫ്റ്റെല്ലാം ഫ്രണ്ട്സിനെയൊക്കെ കാണിച്ച് ഗിഫ്റ്റൊക്കെ പൊട്ടിച്ച് കണ്ടതിൻ്റെ സന്തോഷത്തോടെ ഈ വ്ലോഗ് അവസാനിക്കുകയാണ് കേട്ടോ.